എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയേ. നല്ല വിളഞ്ഞ മാങ്ങയാണ്. ഇതാണ്ടോ, പഴുത്തില്ല. ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇത് പഴുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2-3 വഴികൾ നമുക്ക് മാങ്ങ പഴുപ്പിച്ചെടുക്കാൻ മാർഗ്ഗങ്ങളുണ്ട്. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, വൈക്കോല് ഒരു ചാക്കിനകത്ത് കയറ്റിയിട്ട് ഈ മാങ്ങ പറക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ വീണ്ടും വൈക്കോലിട്ട് നമ്മൾ 2 ദിവസം വച്ചിരുന്നാൽ മാങ്ങ പഴുത്ത് കിട്ടും. പിന്നെ അല്ലെങ്കിൽ ബക്കറ്റിനകത്ത് ന്യൂസ് പേപ്പർ കീറിയിട്ടിട്ട് ബക്കറ്റിനകത്ത് ഇത് ആദ്യം ന്യൂസ് പേപ്പർ കീറി അടിയിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് മാങ്ങ വച്ചിട്ട് വീണ്ടും അതിൻ്റെ പുറത്ത് പേപ്പർ ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ പുറത്ത് ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലാതെ ഒരുമിച്ച് വേണമെങ്കിൽ ഇടാം. അല്ലാതെയും ഉണ്ട്. സ്റ്റീലല്ല, അലൂമിനിയം ആയാലും ഏത് കലത്തിലായാലും, മൺകലത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഇതുപോലെ ന്യൂസ് പേപ്പറോ വൈക്കോലോ പിന്നെ അതുപോലെ തന്നെ വാഴയുടെ ഇല, ഉണങ്ങിയ ഇല അത് വെച്ചാലും മാങ്ങ പെട്ടെന്ന് പഴുത്ത് കിട്ടും. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വാഴ ഇലയൊന്നും എനിക്ക് കിട്ടിയില്ല, വൈക്കോലും ഇല്ല. പകരം ന്യൂസ് പേപ്പർ വച്ചിട്ട് ഞാൻ മാങ്ങ പഴുപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണേ. ഞാനപ്പോൾ അതൊന്ന് കാണിച്ചു തരാവേ. ഇതുപോലെ ആഴമുള്ള, അതായത് ഇത്തിരി അകം ഇത്രയുള്ള ആഴമുള്ള ഒരു കലം എടുത്തിട്ട് കുറേ ന്യൂസ് പേപ്പർ ഇങ്ങനെ കീറി വേണോ മുഴുവനെ വേണോ എങ്ങനെ ഇടാം. ഞാൻ കീറിയാണ് ഇടുന്നത്, അപ്പോൾ കുറച്ച് നല്ല സ്പേസ് കിട്ടും. ഇതുപോലെ നിറച്ചിട്ടതിന് ശേഷം മാങ്ങ പറക്കി ഇങ്ങനെ ഇതിനകത്ത് വയ്ക്കുക. ഓക്കെ, എല്ലാം പറക്കി അകത്ത് വെച്ചിട്ടുണ്ട്. ആ മാങ്ങകളെല്ലാം അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് ഇതുപോലെ ന്യൂസ് പേപ്പർ കീറി ഇങ്ങനെ നിറച്ചിട്ടിട്ട് ഒരു പാത്രം വെച്ച് അടച്ചിട്ട് നമ്മളങ്ങ് സൂക്ഷിച്ച് വയ്ക്കുക. പിറ്റേന്ന് നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ, അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ മാങ്ങ എല്ലാം നല്ല അടിപൊളിയായിട്ട് പഴുത്തിരിക്കും. ഞാനിങ്ങനെയാണ് മാങ്ങ പഴുപ്പിച്ചെടുക്കുന്നത്. വൈക്കോലോ വാഴയിലയോ ഒന്നും നമുക്ക് ചിലപ്പോൾ എടുക്കാനൊന്നും കാണത്തില്ല. എന്നാൽ അതില്ലെങ്കിലും നമുക്കിങ്ങനെ മാങ്ങ നല്ലവണ്ണം പഴുപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.